ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം വയനാടൻ എടുത്തിട്ട് ഒരു മണാലി വരെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാ വയനാട് ഫുള്ള് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇന്ന് വാടകയ്ക്ക് എടുത്താണ്. ഞാൻ കുറേ വണ്ടി നോക്കി, അന്നേരം ഫേമസ് വണ്ടി ഇതാണ്. അപ്പം വയനാടൻ പറപ്പിക്കണ്ടേ, അതുകൊണ്ട് ഇതാ WA വയനാടൻ കറക്റ്റ് ട്രാവൽ ഹബ്ബ്. പിന്നെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. നമുക്ക് വണ്ടി നൈസായിട്ട് എടുക്കാം. നൈസൊരു അത്യാവശ്യത്തിന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ സ്കൂൾ പിള്ളേരൊക്കെയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എന്താണ് ഇപ്പോൾ പോകുന്നത് കുറച്ച് ദൂരത്താണ്. അപ്പോൾ മണാലി വരെ പോകുന്നതുകൊണ്ട് 2 days ട്രിപ്പാണ്. അപ്പം ലൈറ്റ് ഇട്ടിട്ടില്ല. ലൈറ്റ് പിള്ളേരെ മുമ്പ് ഷോൾ കണ്ട ഇതല്ലേ. അപ്പം ഫസ്റ്റ് നമ്മൾ ഇവരെ സ്കൂളിലാണ്. ഇപ്പം ഇന്ന് സ്കൂൾ ട്രിപ്പ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടാവും. എന്താ വെച്ചാൽ ഇന്ന് 9ഉം 10ഉം +1 കൂടി എടുക്കുന്ന ട്രിപ്പാവും. അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. ബിക്കോസ് ഇവർ 3 വണ്ടികൾ വിളിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വയനാട് നമ്മളെ വണ്ടി. അപ്പം ബുറാക്കിനെ വിളിച്ച് ബുറാക്കൊന്നും ഇറങ്ങുന്നില്ല. അതായത് രജിനേഷിൻ്റെ നമ്പറാണ് കൊടുത്തത്. ആള് വന്നിട്ടില്ല. വയനാട് ഭയങ്കര പറക്കുന്നുണ്ട്. അപ്പം പോകണ്ടത്ര പോകുന്നുണ്ട്. പിന്നെ ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ വണ്ടീൻ്റെ കൊച്ചിന് നൈസായിട്ട് ക്ലച്ച് പിടിക്കണം കേട്ടോ. ഭയങ്കര പണിയാണ്. അപ്പം വയനാടിൻ്റെ സ്റ്റിയറിങ് പവറൊന്നും അത്രക്കും പവറില്ല, വിചാരിക്കുന്ന പവറില്ല. കുറച്ച് പണിയുണ്ട്, വളച്ച് പിടിക്കണം. ഓക്കെ, പുതിയ വണ്ടിയാണ് ടച്ച്. ഞാൻ വരുന്ന വഴിക്ക് പെട്രോൾ അടിച്ചിട്ടുമില്ല. എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ചെയ്യുന്നത്? ഓക്കെ, അപ്പം വിസാഖപട്ടു റൂട്ടിലാണ് ഇത് പോവുക. അപ്പം അവിടെ ഫസ്റ്റ് സ്കൂൾ റൂട്ടിലാണ് പോകണം. സ്കൂളിപ്പം 9 മണിയായിട്ടുണ്ട്. അവർക്ക് 10 മണിക്കാകുമ്പോൾ ഉറങ്ങേണ്ടതാണ്. അപ്പം ബുറാക്ക് രജനീഷ് എടുത്തിട്ട് വരും പറയുന്നുണ്ട്. പിന്നെ അഭിഷേക് പറഞ്ഞ ചങ്ങായിണ്ട്. അപ്പം ആളാണ്. അപ്പം ആളാണ് ഈ പരിപാടിൻ്റെ സ്പോൺസർ. അപ്പം രജനീഷ് നമ്മുടെ ആളാണ്. അപ്പം രജനീഷ്ക്ക് ഇതുണ്ട്. പിന്നെ ഞാൻ വയനാടിന് എക്സ്ട്രാ കുറച്ച് പവർ എടുക്കാൻ വേണ്ടിയിട്ട് വയനാടിന് എടുത്താണ്. അതുകൊണ്ട് വെറുതെ എടുത്തതല്ല. മഞ്ഞ് രാവിലെ തന്നെ എന്തായാലും വെയ്യും ഉറപ്പാണ്. അപ്പം ഇപ്പം നൈറ്റ് വിട്ടാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് മണാലി എത്തും. എന്താണെന്ന് വെച്ചാൽ മണാലി ഭയങ്കര സെറ്റപ്പ് സ്പോട്ടില്ലേ, എനിക്കനുസരിച്ച് ചെയ്തിട്ടുണ്ടാവും. സ്കൂളെത്തിയിട്ടുണ്ട്. നമുക്ക് കയറ്റ സൈറ്റ് കയറിട്ട് അപ്പം കയറിട്ട് ഫസ്റ്റ് ക്ലച്ച് പിടിക്കണം. ഓക്കെ, ഒരുങ്ങിയിട്ടൊന്നുമില്ല. വണ്ടി ഇപ്പം ഗ്രൗണ്ടിൽ കയറ്റിട്ടുണ്ടല്ല. അല്ലെങ്കിൽ ഗ്രൗണ്ട് വീടുണ്ട്. ഞങ്ങൾക്ക് അറിയാൻ ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ ട്രിപ്പ്. വയനാട്ടിൻ്റെ പവർ ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി നൈസായിട്ട് ചൂരുമ്പോൾ കുഞ്ഞ് സ്ഥലത്ത് ഈ പരിസരത്തുനിന്ന് പാർക്ക് ചെയ്തിട്ട് വണ്ടി വെക്കും. പിള്ളേർ കയറിട്ട് വയനാടൻ തിരിച്ചു വെക്കണം. അപ്പം മലങ്ക് സിറ്റി എന്നാണ് നേരെ മലങ്കല്ല, മലങ്ക സ്കൂളിൻ്റെ പേര്. അപ്പം ഒക്കെ വളച്ച് പിടിച്ചിട്ടുണ്ട്. കണ്ണൂർ ടു മണാലി വരെ എടുക്കുന്ന. അപ്പം സ്കൂളായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നതാ. തിരിച്ചതേപോലത്തെ വരുത്ത് ഉണ്ട്. അപ്പം പിള്ളേരെ കയറ്റൽ അതേ വരുത്ത് തന്നെ ഒന്നും കൂടി വരും. ഓക്കെ,
നൈസായിട്ട് കൊട്ട കുറച്ചിങ്ങനെ പോയാൽ മതി. തോണി കുഴപ്പമില്ല. അവൻ ചെറുതായി തട്ടിയാണ്ടത് ഒരു പ്രസനവുമില്ല. ആ വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഫ്രണ്ട് വീൽ കപ്പൊക്കെ മാറ്റി എടുത്താണ്ട് ഡ്രസ്സിൻ്റെ പിന്നെന്താ സ്മോക്ക് വരൂ. സ്മോക്കറെല്ലാം വെച്ചിട്ടാ പിന്നെ എന്താണ് പറയുന്നത്. ഈ വണ്ടി ഫുള്ളിതാ ഞാൻ കാണിച്ചു തരുന്നതാണ്. എൻ്റെ പൊന്നാളിയത് ശരിക്കുള്ള വയനാടിൻ്റെ സീറ്റ് കളർ തന്നെയാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്ത. ഓക്കെ ഗൈസ് ഓക്കെ വണ്ടി എടുത്തോ തോന്നുന്നു. എടുക്കേണ്ട സമയമായിട്ടുണ്ട്. പിള്ളേർക്ക് പാട്ട് ടീച്ചർ പാട്ടും വെച്ചിട്ട് കൊടുക്കണം. പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കത്തിക്കാം ഗൈസ്. പോകേണ്ട സമയത്ത് പോകണം. നമ്മുടെ കപ്പറെല്ലാം തുറന്നിട്ട് അപ്പം ഇവർക്ക് വരുന്നുണ്ട്. അപ്പം വന്നിട്ട് ബാക്കിയാ ഓക്കെ കയറിയിട്ടുണ്ട് ആളൊക്കെ. അപ്പം നൈസായിട്ട് പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മണാലിയിലോട്ട് കടക്കാനാണ് പോകുന്നത്. അപ്പം എപ്പം മൈക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അവരൊക്കെ കുറച്ച് ദൂരത്താണ്. അപ്പം നമ്മളെ ലൈറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അടുത്തിട്ട്. മണാലിയിലോട്ട് ഇങ്ങോട്ട് ഫസ്റ്റ് പെട്രോൾ അടിക്കണം, എന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം വിസാത്ത് പത്തുപുലി അങ്ങനെ വളച്ചു പിടിക്കണം. ഞാൻ ഇങ്ങോട്ട് പോകണം. അപ്പോൾ വിസാത്ത് പത്തു സ്ട്രീറ്റിലോട്ടാണ് ഇനി. അപ്പം വിസാത്ത് പത്തുവിലെത്തിയിട്ടുണ്ട്. കുറച്ച് സ്ഥലമാണ് വിസാത്ത് പത്തു. ഭയങ്കര പവറൊന്നും പറയാൻ പറ്റില്ല. സ്ഥലമൊന്നും ബ്രേക്കില്ലാത്ത സ്ഥലം, ചൂര അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര ഇതാണ്, കുഴപ്പമില്ല. അപ്പം വിസാത്ത് പത്തുനിന്ന് പെട്രോൾ കുറച്ച് ദൂരെയാണ്. രാത്രി ആയിട്ടുണ്ടാവും. 10 മണിയാണ്. 10:13 ആയിട്ടുണ്ട്. അരമണിക്കൂറായി ഇവർക്ക് കൂട്ടിയിട്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്രോൾ കാര്യമെല്ലാം അടിച്ച് ഫിറ്റായിട്ട് നേരെ പോകണം. ഓക്കെ വളച്ചിട്ടുണ്ട്. പാട്ട് ഇട്ടുകൊണ്ട് ഇവർക്ക് തിരിയിടും. നൈസായിട്ട് തിട്ടിട്ടുണ്ട്. ഫുള്ളാണ് 275 ഫുൾ അടിച്ചിട്ട്. ഓക്കെ ഫുള്ളായിട്ടുണ്ട്. ഞാൻ നാടൻ വന്നോണ്ട് പൈസ അധികം എടുത്തിട്ടില്ല. ഇവർ പൈസ ഒന്നും അടിച്ചിട്ടില്ല. ദേഷ്യപ്പെട്ട് ഫുള്ളാക്കിയിട്ട് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അതിനാണ് നമ്മുടെ ചേക്കൻ്റെ പവർ. ഒറ്റക്കളം കണ്ട ആൾക്ക് തിരിയും. അപ്പം അതേ കളിയാന്ന് കളിക്കാം. ഹോംസ്റ്റർ പറഞ്ഞ പിന്നെന്താണ് ഭയങ്കര പവർ സാധനമല്ലേ, ഒളിച്ച് പിടിക്കണം. ഓക്കെ അപ്പം അവിടെ മണാലി ഏകദേശം വേറെ സ്ഥലമുണ്ട് മണാലി. മണാലി കയറാം. അതിൻ്റെ മുമ്പ് മണാലി കയറുന്ന മണാലി അരിയത്തൊന്നുമല്ല കണ്ടുവരുന്നത് കേട്ടോ. കുറച്ച് ദൂരമാണ്. കേരള ടു മണാലി പറയുമ്പോൾ കുറച്ച് ദൂരമാണ്. കണ്ണൂർ ടു മണാലി അത്യാവശ്യം ദൂരമുണ്ട്. അടുത്ത സ്ഥലം എവിടെയോ ഒരു ഭയങ്കര
സ്ഥലം എനിക്ക് സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. റൂട്ട് അറിയുന്ന ഒരു ഡ്രൈവറാണ്. ഈ ലോകത്തെ എല്ലാ സ്ഥലത്തിൻ്റെയും റൂട്ട് നമുക്കറിയാം. അപ്പോൾ അതൊന്നും അറിയില്ല, വേറെ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം മണാലി കയറട്ടം. ഈ വളവെടുത്താൽ അടുത്ത സ്ഥലം എടുക്കും. അപ്പോൾ അവിടേക്ക് ഗുമ്മിലാണ്ട് പിള്ളറും തിരിയുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് പെട്രോൾ അടിക്കുമ്പോൾ ഒന്നും തിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാ പെട്രോളായി. ഓക്കെ, അപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതാ മണാലിയിലേക്ക് കയറുന്ന മുമ്പ് സ്ഥലത്തിനുണ്ട്. രാവിലെ പുലർച്ചെ ഇവിടുന്നാണ് പോവുക. പുലർച്ചേൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സ്ഥലം കടക്കണം. ബിക്കോസ് ഇത് ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് ഒത്തിരി സ്ഥലമായതുകൊണ്ട് ഭയങ്കര ഏരിയ ആണ്. ഇതാ ടൈമൊന്നും അറിയുന്നില്ല. 24ാമത്തെ മണിക്കൂർ വരും. അതായത് ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. 11 മണിക്കാണ്. അപ്പം 12 മണിക്ക് ഫോറസ്റ്റ് അടക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോകണം. ഈ ട്രക്കുകാർ ഈ വണ്ടിയൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം പോയാലാണ് അവിടെ എത്താൻ. അപ്പം ഓവർടേക്ക് ചെയ്ത് ഓക്കെ കടന്നിട്ടുണ്ട്. ഫോറസ്റ്റ് മെയിൻ ഫോറസ്റ്റ് കയറിയിട്ടുണ്ട്. ഈ പാലം കിടക്കാനും ഭയങ്കര ലക്ഷ്യം. കടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ബാക്ക് ടു വീടാണ്. ഇപ്പം കുഴപ്പമില്ല. ഞാൻ അവിടെ തുറന്നിട്ടേ ഉണ്ടാവുള്ളൂ ഈ വണ്ടികളൊക്കെ. ബാക്കിയെല്ലാ വണ്ടിയും ഉണ്ടാവും. ഇതാ ഞാനവിടെ ഭയങ്കര ഇതിൽ കിടന്നിട്ട് പോവാം. ഓക്കെ, അപ്പം പാട്ട് മാറ്റണം. ഓക്കെ മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ബാസൊക്കെ കൊടുത്തൊരു പാട്ടാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. ശരി വെച്ചു. മറ്റാനെ ആ പാട്ടമിട്ടാണ് ഇപ്പം വെച്ചിട്ട് പോകുന്നത്. ബൊഷറത്ത് ഹൈർ അതിൻ്റെ റിമിക്സൊക്കെ വെച്ചിട്ട് പവറിലാണ് പോകുന്നത്. പവർ ചെയ്താ അതുകൊണ്ട് ബ്ലൂടൂത്ത് അല്ല, പെൻഡ്രൈവാണ്. പെൻഡ്രൈവ് മതി. ബിക്കോസ് ബ്ലൂടൂത്ത് ആകുമ്പോൾ പിള്ളേർ ഇഷ്ടത്തിനുള്ള പാട്ട് വരും. ഇതാകുമ്പോൾ ഈ പെൻഡ്രൈവ് ആകുമ്പോൾ എല്ലാ പാട്ടും കിടക്കും. ലേറ്റസ്റ്റ് പാട്ട് ഞാൻ അതിൻ്റെ തേടയിലുണ്ട്. കുഴപ്പമില്ല. ഓരോരോ മാസം ഇതിനെ പറയാം. ഓവർടേക്ക് ചെയ്താൽ പണി വരും. ഇതാ കുറച്ചും കൂടി കിടക്കണം. ഇപ്പം നമ്മുടെ ഗൈസ് 12 മണി. ഇപ്പം രാവിലത്തെ പുലർച്ചെ 5 മണീൻ്റെ ഉള്ളിൽ ഈ സ്ഥലം കടന്നിരിക്കണം. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോൾ തന്നെ ഒരു മിനിറ്റാണ് ഇപ്പം പോകുന്നത്. രാവിലത്തിൻ്റെ ഉള്ളിലെത്തണം. കാരണം വെച്ചാൽ ഇപ്പം ഈ മാപ്പിന് ശേഷം മണാലി എത്തും. മണാലി പിന്നെ ഫുള്ള് ചുറ്റണം. മണാലി അവിടെ ഇതാക്കും സ്ഥലത്ത് എന്താക്കും നൈസായിട്ട് വണ്ടി വെക്കും. വണ്ടി വെച്ചിട്ട് കയറും. രാവിലെ ഉച്ച സമയമെല്ലാവും തോന്നുന്നു മണാലി കയറാൻ. പിന്നെ മണാലി കയറിയിട്ട് ഒരു എല്ലാവർക്കും ഒരു മണിക്കൂറത്തെ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് കയറും. ഇതിലോട്ട് ഇങ്ങനെ പോയാലും കൺസ്ട്രക്ഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് മെയിൻ പാലം കടന്നു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏതു സ്ഥലത്തെ ഇതാ ഇവിടെ ഒരു സ്കൂളുണ്ട്. അപ്പം സ്കൂളിൽ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് സ്കൂൾ റൂട്ടിൽ തന്നെ പോകാനാവുണ്ട്. സ്കൂൾ റൂട്ടിൽ തന്നെ കയറിയിട്ടുണ്ട്. ഒക്കെ പോകുന്നുണ്ട്. അപ്പം ട്രിപ്പൊക്കെ ഭയങ്കര ഇതാണ്. ഹൈ ആണ് ട്രിപ്പും കരം. അപ്പം നമ്മുടെ മണാലി കയറാനായിട്ടുണ്ട്. സോ കയറിയിട്ട് ബാക്കി കാര്യം. ഓക്കെ, അപ്പം കയ്യിലുണ്ട്
പണിയൊക്കെ കഴിഞ്ഞ് അടുത്ത മാപ്പിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി നൈസായിട്ട് ഓടുന്നുണ്ടാവും. ഇതാ മണാലി കുറച്ച് വളവുകൾ എടുക്കണം. ആൻസർ മാപ്പ് ഇതാ ഈ ഒരു ഇങ്ങനെ എടുത്തിട്ട് പിന്നെ വേറെ റൂട്ടാണ്. അങ്ങനെ പോയാൽ ഒരു ഈ റൂട്ടിൽ കയറിയിട്ട് അത് വേറൊരു റൂട്ടുണ്ട് ഈ മാപ്പിൽ കാണൂല. അതിലോട്ട് കയറണം. ഞാനത് അന്നേരം രാവിലെ ആവും അന്നേരം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇടം വരെ പോകുന്നുണ്ട് രാവിലെ. പിന്നെ നമ്മുടെ മണാലി കുന്നേറ്റം പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലമല്ലേ മണാലി. അതുകൊണ്ട് ഞാൻ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എനിക്കൊരു ട്രിപ്പ് പോലെയാണ്. അവൻ്റെ കണ്ണൂറ്റ് കോഴിക്കോട് പോയതിന് ക്ഷീണം തീർന്ന് എല്ലാം റെഡി ആയിട്ടാണ് അപ്പോഴത്തേക്കും വന്ന് മാറി കുറേ ആളെ കോൺസെപ്റ്റ് ഉണ്ട്. കുറേ കോൺസെപ്റ്റ് വയനാട് പവറാണ്. അതുകൊണ്ടാണ് മാറുന്നത്. മാറിത്തരുന്നത് കുറേ ആൾ നമുക്ക് മാറിത്തരുന്നുണ്ടില്ലേ. ആണ് വയനാട്ടിൻ്റെ പവറാണ്. ഉള്ള വണ്ടിയെല്ലാം മാറിത്തരും. മാറ് ചങ്ങൻ മാറ് ആരുടെ എല്ലാവരും മാറിക്കോ. വയനാട് പവറോടെ വരുന്നുണ്ട്. ഇതാ വയനാട്ടിൻ്റെ പവറപ്പം അപ്പം പിന്നെ വേറെ കാര്യം ഇവിടെ ഒരു റിസോർട്ടുണ്ട്. എന്താ റിസോർട്ട് റീജൻസി ഉണ്ട്. അതിനുള്ള ശേഷമാണ്. അപ്പം പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സ്കിരിച്ചിട്ട് ഉറങ്ങാൻ വിചാരിക്കണം. അപ്പം നൈസായിട്ട് ഇതാ. അപ്പം ഈ കട്ടറോടി കയറണം. കട്ടറോടി കയറിയിട്ടുണ്ട്. അപ്പം ബാക്കി മണാലിയിലെത്തി കാണാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വയനാട് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇതൊരു കുഞ്ഞേ സ്ഥലമാണ്. അപ്പം കുറേ ആളെ കൂട്ടണം. കൂട്ടിയിട്ട് ബാക്കി കാര്യം സീറ്റിന് മാറ്റി ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ മാറി ഇജ്ജ് മാറി. ഓക്കെ വളച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് നിന്ന് ഇപ്പം മണാലിയിൽ നിന്ന് ഒരു 10 മണി സമയമാണ്. അപ്പം മണാലിയിൽ നിന്ന് പറക്കുന്നുണ്ട്. ഇനി ഊട്ടോൺ എഡിറ്റ് അങ്ങോട്ട് എടുക്കണം. ബിക്കോസ് ഇത് അങ്ങനെ വളച്ചിട്ട് പോയ പണിയാണ്. അപ്പം റൊസാരിയോയിലാണ് നമ്മുടെ ബുറാക്ക് പിള്ളേർ വന്നത്. അത് വേറെ കാര്യം വീടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൾക്ക് കയറാനായിട്ട് ഇങ്ങനെ വണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കയറിട്ട് ഒക്കെ അപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ടൊന്നും വേണ്ട. എത്തുമ്പോൾ അപ്പം ഇതാ അടുത്ത സ്ഥലം. ഇനി കുറച്ചാളും കൂടി ഉണ്ട്. ഒക്കെ കയറണം. ക്യാബ് കയറിയുണ്ട്. അപ്പം ഇനി കുറച്ച് ടീമുണ്ട്. കുറച്ച് പോകുന്ന റൂട്ടിലാണ്. അപ്പം ഇതൊന്നല്ല, ഈ റെസിഡൻസിയിൽ മണാലി വലിയ കുന്നാണ്. അപ്പം ആ കുന്ന് കയറ്റാണ്. ഇപ്പം എല്ലാവരും ആയിട്ടുണ്ട്. ഇനിയാണ് മണാലി റെസിഡൻസി. അപ്പം പിള്ളേർ ബാക്കിലുണ്ട്. പിള്ളേർ വന്നിട്ട് ഇതിൻ്റെ ഇതുണ്ടാവും, പോസ്റ്റ് ഉണ്ടാവും, പോസ്റ്റ് ചെയ്യാനുണ്ടാവും. അപ്പം എല്ലാ വണ്ടി എടുക്കുന്നത് നമുക്ക് പോലും അറിയൂല. അപ്പം റൊസാരി പോലാണ് കണ്ടത് ചങ്ങാതിൻ്റെ സ്റ്റോറിയിൽ. അപ്പോൾ എന്താണെന്ന് അറിയൂല, ഈ കാര്യം കോഴ്സസ് ഒന്നും അറിയൂല. അല്ല വണ്ടി എന്തോ പ്രശ്നമായി. ഓക്കെ അതിന് ഹാൻഡ് ബ്രേക്ക് അറിയാണ്ട് ശരിയാണ്. ആരും പൊടിയേണ്ട, പ്രശ്നമായിട്ടില്ല. വയനാട് ഈ കുന്നേറ്റത്തിന് ശേഷം ഒരു സ്ഥലമില്ല. എന്താ പെട്രോൾ ഉള്ളതുകൊണ്ട് എന്ത് ഉള്ള മോഡേഡ് ഈ ബിസ്മില്ല കയറിയിട്ടുണ്ട്. ഭയങ്കര ഗുമ്മു പാട്ടൊന്നും വെക്കില്ല. എൻ്റെ ഫോൺ ചാർജ് വന്നു.
എടാ നമുക്കിപ്പോൾ നൈസായിട്ട് വണ്ടി ചരിച്ചിട്ടെടുക്കാം. കെൻറ്റി വേഗം നമുക്ക് മണാലി വ്യൂ സ്പോട്ട് അത് ഏകദേശം എത്താനായിട്ടുണ്ട്. കുറച്ചേ കുന്നുള്ളൂ. അപ്പം അതിൻ്റെ അനുസരിച്ചിട്ട് ഇതാ ഓക്കെ. അപ്പോൾ ഇതാണ് അവിടെ മണാലി വൈബ് സ്പോട്ട്. മണാലി വണ്ടികളെല്ലാം ഇവിടെ വെക്കുന്നത് നല്ലതല്ല. ഒരു കുഞ്ഞു സ്പോട്ടും കൂടി ഉണ്ട്. ആണോ വണ്ടി വെച്ചാൽ എല്ലാവരും ഇതാണ് വെക്കുന്ന പെർട്ടിക്കുലർ സ്പോട്ടാണ് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യുന്നത്. മണാലി പാർട്ട് 2 വേണ്ടവർ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഫുഡൊന്നും ചില ആളൊന്നും ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം വയനാട് തന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് നാളെ റെസ്പോൺസിബിൾ അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ വണ്ടി ലെഫ്റ്റ് അടിച്ച് ആരും ഇല്ലല്ലേ? ലെഫ്റ്റ് അടിച്ചോ നമ്മുടെ വണ്ടി ഇപ്പം എല്ലാം നല്ല മോശമുള്ളതാണ്. അപ്പം ഇതാ വൈബ് സ്പോട്ടാണ്. അപ്പം പോലീസ് കൂടി ഉണ്ട്. കിട്ടാത്ത ഭാഗ്യം തട്ടിനെനിക്ക് ആളെ ഇറക്കാനായിട്ട് ഞാൻ കുറച്ച് റിവേഴ്സ് എടുക്കേണ്ടി വരും. ഇപ്പോൾ ചെറിയന്മാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ബാക്ക്. ഇനി മണാലി ടു കണ്ണൂർ വരെയുള്ളൊരു വീടുണ്ട്. അത് വേറെ സ്ഥലമാണ്. അപ്പം അത് കുറച്ച് വിസിറ്റ് ചെയ്യണം. എന്നെ കാസർഗോഡൊന്നും അറിയില്ല. രാജേഷ് അണ്ണനാണ് നമുക്ക് പറഞ്ഞത് ആ റൂട്ടിൽ പോയാൽ മതി. ഇത് രജനീഷാണ്, സോറി രാജേഷ് അല്ല, രജനീഷ്. അപ്പം വണ്ടി ഓക്കെ, നമ്മൾ ചമ്പിപ്പുരുണ്ട്. ഇതാ വണ്ടി നൈസായിട്ട് രീതിയിലുണ്ട്. പിള്ളേർ വന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ് വെക്കുക. ചിലപ്പം പറയാൻ പറ്റില്ല, റൊസാരി പോലും വരുമോന്നും ചെയ്യില്ല. അത് അന്ന് എപ്പോഴെങ്കിലും വെക്കുമോ ചങ്ങി ഒന്നും പറയാൻ പറ്റില്ല. ജയ്ഗുരുവിലോ അല്ലെങ്കിൽ ബുറാക്ക് അതൊരിക്കലും വരും പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം. നമ്മളെ വയനാട് മാത്രം അവർ വന്നിട്ടുള്ള ഫോട്ടോ നമ്മൾ തമ്പനയിൽ ഒട്ടിക്കാം.